എല്ലാരും കൂടെ എന്നെ കള്ളനാക്കിയതാ. ആദ്യം ഞാനൊരു കളവ് ചെയ്തു, ഇല്ലാന്ന് പറയുന്നില്ല. അത് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു ആവേശത്തിന് അങ്ങ് ചെയ്തു പോയതാ. പിന്നെ നാട്ടിൽ എന്തെങ്കിലും സാധനം കളവ് പോയാൽ പോലീസുകാർ ആദ്യം എന്നെ പിടിക്കും. ചിലപ്പോ ശരിയായ കള്ളനെ കിട്ടാതെ വരുമ്പോ പോലീസുകാരുടെ പാവത്തം കണ്ട് ഞാനങ്ങ് പിടി കൊടുക്കും. മേലാഫീസർമാരുടെ തെറിയുന്ന രക്ഷപ്പെടാൻ വേണ്ടി കൈക്കൂലി തന്നും അവരെന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മുങ്ങി. എന്നാ പിന്നെ കുളിച്ചു കയറാമെന്ന് ഞാനും വിചാരിച്ചു. പുള്ളി സൂക്ഷിച്ചു വേണം. പുതിയ എസ് ഐ ആള് മഹാരഥ, ഇടിമിന്നലാ. അതാരാണ് ഞാൻ അറിയാത്തൊരു ഇടിമിന്നല്. ഇടിമിന്നൽ ഈ നേഷൻ എന്ന് കേട്ടാ ഏത് കൊലക്കൊമ്പനൊന്ന് വെപ്രാളപ്പെടും. എല്ലാവന്റെയും വയറ്റിൽ കൂടെ ഒന്ന് ഉരുണ്ട് കയറും. ഈ ഏരിയയിൽ കഞ്ചാവ് ബിസിനസ് നടത്തുന്നവരെ പൊക്കാനാണ് എന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയത്. എല്ലാ കൂതറകളെയും ഞാൻ തട്ടി അകത്താക്കും. ഇടുക്കിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറ്റവാളിയൊക്കെ കൂട്ടി നിൽക്കുന്ന ഒരുത്തനെയും ഞാൻ ഈ സ്റ്റേഷനിൽ വെച്ച് ഉറപ്പിക്കില്ല കേട്ടാ. സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ ആരോടെങ്കിലും പെരുമാറുന്ന കണ്ട അതിന്റെ ദ്വാശവശങ്ങൾ ഓരോരുത്തർ അനുഭവിക്കും. ജ്വാലി സമയത്ത് ഒരളവും എന്നിൽ നിന്ന് ആർക്കും കിട്ടൂല. കുഴപ്പമില്ലാന്ന് അത് നമ്മൾ ശരിയാക്കാന്ന്. നമസ്കാരം മൊയ്ലാളി. നമസ്കാരം ഈരാജം. ഈ നാശമല്ല, ഈ നേഷൻ. എന്റെ അമ്മക്ക് നിങ്ങൾ ചാർജ് എടുത്താ? ഇന്നലെ എടുത്ത്. മൊയ്ലാളി പറഞ്ഞ കാര്യം ഒരുവിധം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് ക്യാഷ് മൊത്തത്തിൽ ഒന്ന് വിറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ എന്നോട് പ്രത്യേകം പറയണോ? നമുക്ക് ഒന്നും വേണ്ടായിരുന്നില്ല. അത് പറ്റൂല. ഇങ്ങളെ സൽക്കരിക്കേണ്ടത് നമ്മുടെ ഭർത്താവ്. അതന്നെ. അത് മാത്രമല്ല, ഇങ്ങക്ക് ഉദ്യോഗക്കയറ്റം കിട്ടാനുള്ള ഒരു ബൈ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്തൊരു മൊയ്ലാളി? സമയമായിട്ട് പറയാം. കളി സൂക്ഷിച്ച് കളിക്കണം. ബോംബെയിലെ തലയെക്കെട്ടുള്ള ഉസ്താദന്മാരോടാണ് കളിക്കേണ്ടത്. അതവിടെ നിൽക്കട്ട്. അപ്പോ ഈ കളിയിൽ നമ്മൾ ജയിക്കും, അല്ലേ? എന്താങ്ങളൊന്നും ഉണ്ടാത്തത്? എന്തൊരു മിണ്ടായി. സ്ഥലം മാറി പോയിരിക്കുന്ന ആള് എഴുതി വെച്ചിരിക്കുന്ന FIR ബഷീറിന് എതിരാണ്. അത് ശരിയാക്കാനല്ലേ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണത്? അല്ല, അതേ ശരിയായി കൊള്ളാം. മയ്യത്തായവന്റെ ഒക്കെ പുറകെ പൊടിയും പിടിച്ച് കിടക്കുന്ന കുട്ടി നേതാക്കന്മാരുടെ ബായൊക്കെ നമ്മൾ പച്ചനോട്ട് കുത്തിക്കയറ്റി ബന്ധാക്കി. അതുകൊണ്ടൊന്നും അറമ്പാതാവൂല മോലാലി. പരിഹാരം ആവൂലെന്ന്. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ പോണെന്ന്. ദൃസാക്ഷി മൊഴിയാണ് പ്രധാനം. അനന്തംപിള്ള ദൃസാക്ഷിയാണെന്ന് ക്രൈംബ്രാഞ്ച് അറിഞ്ഞ ചീട്ട് കീറി പോവും. അത് നമ്മുടെ വക്കീലും പറഞ്ഞു. തൽക്കാലം സംഗതികൾ രഹസ്യമായിട്ട് വെക്കാൻ ഞാൻ അയാളെ വരട്ടി സമ്മതിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വഴങ്ങണ കോളില്ല. എന്തെങ്കിലും സംതിങ് കൊടുത്ത് വളച്ച് വെച്ചാലേ പറ്റൂ. 2-3 വട്ടം ആളയച്ചിട്ടും ഓ വന്നില്ല. ഇങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് പോണം. അല്ല, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണമല്ല. അനന്തംപിള്ളേനെ ഒന്ന് കാണാൻ വന്നതാണ്. അച്ഛൻ സ്റ്റേഷനിൽ പോയിരിക്കാം. മൂപ്പര് ഡ്യൂട്ടിയിൽ വളരെ കണിശക്കാരനാണല്ലേ? ആ കാര്യത്തിൽ അച്ഛൻ സ്ട്രിക്റ്റാ. അത് വേണം. ഒരു പോലീസുകാരൻ അത് പ്രധാനമാണ്. കൊച്ചിന് നമ്മെ വിളിക്കും. മുതലാളിയായിട്ട് എന്നോട്ടിരിക്കായിരുന്നു. വേണ്ട, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അച്യുതനില്ലേ? ആ കവലയിലോട്ട് പോയിരിക്കുക. നിങ്ങളുടെ മോൻ, ഓന്റെ പേരെന്താ? ഭരതൻ. അച്ഛാ, ഓൻ എന്ത് ചെയ്യണ്? പണിയൊന്നും ആയിട്ടില്ല മുതലാളി. ശ്രമിക്കുന്നുണ്ട് പലയിടത്തും. ഇപ്പോഴത്തെ കാലത്ത് പണി കിട്ടാൻ വലിയ പ്രയാസമാണ്. MA-ക്കാരും MSC-ക്കാരും നായനെ പിടിക്കാനും വേണ്ടി നടക്കുകയാണ്. ഉള്ളത് പറഞ്ഞാല് ഈ ജോലി കെട്ടി കിടക്കണ നേരം കൊണ്ട് കക്കാൻ പഠിച്ചാലും ഒരു പട്ടി കിടക്കേണ്ടി വരില്ല. അങ്ങനെ പറയല്ലേ മുതലാളി. കുറച്ചു കാലം കഴിയുമ്പോ ഈ കളമൊക്കെ സർക്കാർ ഒരു തൊഴിലായിട്ട് അംഗീകരിക്കും. ഇങ്ങോട്ട് എന്താണാവോ? വേറൊന്നുമില്ല. ബഷീറിന്റെ പേരിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബഷീറിനെ അറിയാലോ? സത്യത്തിൽ ഓൻ നിരപരാധിയാണ്. പക്ഷേങ്കിൽ അനന്തംപിള്ള അത് നേരിട്ട് കണ്ടുവെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഓന്റെ ഭാവി ബടക്കാം. സംഗതി IG നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. എന്നാലും അനന്തംപിള്ളയായിട്ട് ലോഹ്യം വെച്ച് വിവരം പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ഒതുക്കി തീർക്കാലോ എന്ന് വെച്ചാണ്. ഞാൻ പറയാം. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട. ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ ഒന്നും കഴിക്കാറില്ല. വരട്ടെ. ഇത് മൂപ്പർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. മറന്ന് വരുമ്പോ കൊടുത്തേക്ക്. പേടിക്കണ്ട, ഇത് കുറച്ച് ഉറുപ്പിയാണ്. എന്നോടൊന്നും തോന്നരുത്. ഇത് നേരിട്ട് കൊടുക്കുന്നതാ നല്ലത്. വേണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ നിർബന്ധിക്കണില്ല. വരട്ടെ. ഗുഡ് മോർണിംഗ് സാഹിബേ. എന്താ വെച്ചതാ? കാശുണ്ടെങ്കിൽ ഒരു 10 മണി തരുമോ? 10 രൂപ. ശുക്രിയ. बहुत मेहरबानी. നമ്മുടെ ചെറുക്കന്റെ ജോലിക്കാരി മുതലാളിയോട് ഒന്നും പറയാൻ മേലാഞ്ഞോ? പിന്നെ എന്ന് പറയാത്ത കുറ്റേ ഉള്ളൂ. കൊലത്തും
ഇതിലാ മുതലാളിക്ക് എന്തോ ഒരു ഉപകാരം ചെയ്തിട്ടുള്ള ആളാ. അതിന് എടി അത് റേ ഇത് റേ. ജോലിക്കാരനാകാൻ അവന്റെ തലയെ വരച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജോലിക്കാരനാകും. വലിച്ചു കയറ്റി വന്നിരിക്കുക. വളരെ സൗമ്യമായിട്ട് അയാൾ പറഞ്ഞത്. നല്ല സൗമ്യ. അയാളുടെ മുഖം കണ്ടാൽ അറിയാം പരമദുഷ്ടനാണ്. ബാക്കിയുള്ളവരൊക്കെ വെറും എച്ചിലതൊക്കെയാണെന്നാ അവന്റെ വിചാരം. എന്താണ് ഇത്രയും വലിയ പ്രശ്നം? അവനിട്ട് ഇപ്പൊ എന്ത് വേണം? നീ എന്നാത്തിനാ മോനെ ഈ വഴക്കിനും വക്കാണത്തിനും ഒക്കെ പോണേ? ജോലിക്ക് അവന്മാര് നേരത്തെ ആളുകളെ തീരുമാനിച്ചെങ്കിൽ നീ മിണ്ടാണ്ടിക്കും പോന്നാ പോരെ? മിണ്ടാതെ പോരാനോ? പോക്കത്തിലല്ലേ കാണിച്ചത്? അവന്മാരൊന്നും ഇത്രയും ചെയ്താൽ പോരാ. കൊള്ളാം. പറഞ്ഞു തിരുത്തി കൊടുക്കണേന് പകരം പറയണ കേട്ടില്ലേ? ഇതിയാനെ പോലെ മോനും കള്ളനാവണമെന്നായിരിക്കും. അതെടി, ഞാൻ ഇവനെ കള്ളനാക്കും. എന്നെ പോലെ വെറും പെറുക്കി കള്ളനല്ല. എന്നെ കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിച്ചവന്മാരുടെ അന്വേഷണ കമ്മീഷൻ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടർ വന്നാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത കുംഭകോണക്കാരനാക്കും. ഇവനെ പിടിച്ചാണ്ടല്ലോ, പിടിക്കാൻ ഉത്തരവിട്ട സർക്കാർ പോലും വിറച്ചു പോകുന്ന ആന വിഴുങ്ങിയാക്കും. എന്നിട്ട് ഇവിടുത്തെ വെള്ളാനകൾക്ക് പോലും കീജയെ വിളിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന കൊലകൊമ്പന്മാരെ കണ്ട് എനിക്കൊന്ന് ആർത്ത് ചിരിക്കണം. നീ പോടി അവിടുന്ന് പുല്ലേ. നീ ധൈര്യമായിട്ട് കഴിഞ്ഞു പിടിക്ക. അതിരിക്കട്ടെ, അവന്മാർക്ക് ശരിക്കും പൂശിയോ? ഒരാഴ്ചത്തേക്ക് അവൻ പുറത്തിറങ്ങൂല. എന്റെ കർത്താവേ, മനസ്സമാധാനം ഇല്ലാതാവും. വേറെ എന്നതാ വേണ്ടേ? എടി ചൂലേ, എടി കട്ടപ്പണക്കാരൻ കൊച്ചുപറീച്ചന്റെ മോള് കൊച്ചുറേസിയെ മോളിൽ ആകാശവും താഴെ ശൂന്യാകാശവും അടക്കുന്ന നമുക്ക് എന്ത് പുല്ല് പോകാനായി? നീ ധൈര്യമായിട്ട് കഞ്ഞു പിടിക്കണം മോനെ. ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം. ഇതേനിപ്പോ പോണ്ടത്. എടി ഇരവിക്കുട്ടിപ്പിള്ളയുടെ പാരമ്പര്യമുള്ള ചോരയാണ് ഈ നരമ്പിക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നീ നോക്കിക്കേ, കാച്ചിക്കളയും ഞാൻ. അംഗത്തിനിറങ്ങുമ്പോഴേ കണ്ണീര് കാണിക്കാതെ തിലകക്കുറി ചേർത്ത് യാത്രയാക്കേണ്ടവളാ ഭാര്യ. അറിയാവോടി കട്ടപ്പനക്കാരി? അതെവിടുന്ന് ഒരു കണ്ണത്തളിച്ചാ മറ്റേ കരണവും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ കർത്താവിന്റെ കുഞ്ഞാടല്ലേ നീ? പേടിയാണ്, അകത്ത് കയറി വാഴ അടച്ചോടി. പറഞ്ഞു കൊടുക്കടാ. ഞാൻ പറഞ്ഞുതരാം, കുഞ്ഞാട് കഞ്ഞു വിളമ്പ്. എന്നാ കുറിച്ചാ വരാൻ പോണേന്ന് എനിക്കൊന്നും അറിയാൻ മേലേ എന്റെ കർത്താവേ. കൊച്ചച്ഛൻ പോയിന്നാ തോന്നണേ. എങ്ങോട്ടാ? ഞാൻ ആ പറഞ്ഞ ഒന്ന് കണ്ട. ഇവൻ ഇങ്ങനെ ഇന്നിപ്പോ ഒന്നും പറയണ്ട, നേരം വെളുക്കട്ടെ. സമയം എന്താ അച്ഛനെ? അച്ഛനെ സമയം എന്തായാലും ഉറക്കെഴുന്നേൽക്കുമ്പോ വണ്ടി കൊലിക്കട്ടെ. ചേച്ചി ഒന്ന് തിരിഞ്ഞു നോക്കണേ. പോവാണ് ചേച്ചി. എന്റെ പൊന്നെ അളിയാ. സാറേ ഒരു 5 രൂപ. 5 രൂപ. 5 രൂപയോ? വേണമെങ്കിൽ ഒരു സിഗരറ്റ് തരാം. സാറേ ഒരു 2 രൂപ തരുമോ? കേട്ടാ